കാട് മൂടി ആർക്കും പ്രയോജനമില്ലാതെ കിടന്നിരുന്ന കോഴിക്കോട് ഫറോക്ക് പഴയപാലം ജെട്ടി പരിസരം ഫുഡ് സ്ട്രീറ്റാക്കി മാറ്റി ടൂറിസം വകുപ്പ്. ഫറോക്ക് പുഴയും പാലവും കണ്ട് ഒഴിവു സമയങ്ങൾ ചെലവഴിക്കാൻ കഴിയുന്ന മികച്ച സ്പോട്ടാണിത്. കൂടുതലിടങ്ങൾ സമാന രീതിയിൽ നവീകരിക്കുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഫറോക്ക് പഴയ പാലത്തോട് ചേർന്ന് പഴയ പാലം അതിനോട് ചേർന്ന് ഈ താഴെ ഭാഗത്തുണ്ടായിരുന്ന ഒരു ഒഴിഞ്ഞു കിടന്നിരുന്ന സ്ഥലം ബോട്ട് ജെട്ടി ആയിട്ടൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു പ്രദേശം ഇപ്പോൾ ഒരു ഫുഡ് സ്ട്രീറ്റായി മാറുകയാണ്. മന്ത്രി മുഹമ്മദ് റിയാസ് ആണ് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഇവിടെ ഒരുപാട് കടകളുണ്ട്. ആളുകൾക്ക് വൈകുന്നേരങ്ങളിൽ വന്നിരിക്കാനും അതോടൊപ്പം തന്നെ വിശ്രമിക്കാനും ഒക്കെ പറ്റുന്ന ഒരു കേന്ദ്രമാക്കി ഇതിനെ മാറ്റുകയാണ് ലക്ഷ്യം. വളരെ മനോഹരമായ ഒരു വ്യൂ ആണ്. ഇവിടെ നിന്ന് നമുക്ക് ഈ ഫറോക്ക് പുഴയൊക്കെ കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കാനും ഒക്കെ പറ്റുന്ന, കുട്ടികളോടൊത്ത് വൈകിട്ട് വന്നിരിക്കാനൊക്കെ കഴിയുന്ന ഒരു മനോഹര കേന്ദ്രമാക്കി ഇതിനെ മാറ്റുകയാണ് ലക്ഷ്യം. ഇതുപോലെ ഫറോക്ക് പുഴയും ആ പാലവും ഒക്കെ കണ്ട് ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാം എന്നുള്ളതാണ് പ്രത്യേകത. ഒരുപാട് കഫേകൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ആ കഫേയിൽ നിന്നൊക്കെ ഭക്ഷണ സാധനങ്ങൾ വാങ്ങി കഴിക്കാൻ കഴിയും. ഒരുപക്ഷെ ഒരു തരത്തിലും ഉപകാരപ്പെടാതെ ഇരുന്നിരുന്ന സ്ഥലങ്ങൾ ഇത്തരത്തിൽ മാറ്റിയെടുക്കുന്നു, അതിനൊരു പുതിയ മുഖം നൽകുന്നു എന്നുള്ളതാണ് ഇത്തരം ഫുഡ് സ്ട്രീറ്റുകളുടെ പ്രത്യേകത. ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ പറ്റുമെന്നുള്ളത് പൊതുവെ ഞങ്ങൾ പരിശോധിച്ചു. ടൂറിസം വകുപ്പ് ഇന്ത്യയിൽ ആദ്യമായി ഒരു ഡിസൈൻ പോളിസി കൊണ്ടുവന്ന സംസ്ഥാനം കേരളമാണ്. പൊതു ഇടങ്ങൾ ജനങ്ങൾക്ക് ഒത്തുകൂടാൻ വേണ്ടി ഉപകരിക്കുന്ന നിലയിലേക്ക് മാറ്റുക. പ്രത്യേകിച്ച് മലയാളികൾ ഭക്ഷണപ്രിയരാണ്. ഫുഡ് സ്ട്രീറ്റുകൾ ഒരുക്കുക, പാലത്തിനടിയിലായാലും പാലത്തിൻ്റെ അടുത്തായാലും ഒക്കെ ഫുഡ് സ്ട്രീറ്റ് ഒരുക്കുക. ഇങ്ങനെയൊരു കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ടാണ് ഇത് വികസിപ്പിച്ചത്. ഇതൊരു വലിയ ട്രെൻഡായി മാറി. പാലം, ദീപാലങ്കൃതമായ പാലം കാണാൻ പലയിടങ്ങളിൽ നിന്ന് ആൾ വരുന്നത് പോലെ ഇനി ഇവിടെയുള്ള ആളുകൾക്ക് സന്തോഷിക്കാനും ഒത്തുകൂടാനൊക്കെ, കുടുംബമായി വരാനും സുഹൃത്തുക്കളായി വരാനൊക്കെ തന്നെ ഈ ഇടം മാറും. എന്തായാലും ഫറോക്കിലും രാമനാട്ടുകരയിലും കടലുണ്ടിയിലും മണ്ണൂരിലും ഒക്കെയുള്ള ആളുകൾക്ക് വൈകുന്നേരങ്ങൾ ഒന്ന് ആഘോഷമാക്കാൻ, ഒന്ന് വൈബാക്കാൻ ഇവിടേക്ക് കടന്നു വരാം. നമുക്കറിയാം തൊട്ടടുത്ത് കുട്ടികൾക്കുള്ള പാർക്കുണ്ട്. ആ പാർക്കിലൊക്കെ വന്ന് കുട്ടികളെ ഒന്ന് കൂളാക്കാം. അതോടൊപ്പം തന്നെ രക്ഷിതാക്കൾക്ക് ഒന്ന് കൂളാകാനും ഭക്ഷണം കഴിച്ച് വയറ് നിറയ്ക്കാനും ഒക്കെ ഈ പാർക്കിലേക്ക്, ഈ ഫുഡ് സ്ട്രീറ്റിലേക്ക് കടന്നു വരികയും ചെയ്യാം. വിഷ്ണു കച്ചേരിക്കൊപ്പം നിഖിൽ പ്രമേഷ്, 24.